ദേവീന മെഹ്റ ഒരറിയപ്പെടുന്ന ഒരു എക്കണോമിസ്റ്റാണ്, ബിസിനസ് അനലിസ്റ്റാണ്, സ്റ്റോക്ക് മാർക്കറ്റ് കൺസൾട്ടൻ്റ് ആണ്. അപ്പം അവരുടെ ഒരു ലേഖനം വന്നു. ഈ ലേഖനത്തിലൊക്കെ പറയുന്ന ഒരു വസ്തുതയുണ്ട്. അതായത് ഇന്ത്യയുടെ പല മാനുഫാക്ചറിങ് സംഭവങ്ങളും ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പലതിനെയും ചൈന തിരിച്ചു വിളിക്കുന്നു. അതിനകത്ത് അവർ കണക്കുദ്ധരിച്ച് പറഞ്ഞത് കഴിഞ്ഞ 2 മാസമായിട്ട് ഏകദേശം 1000-ഓളം ചൈനീസ് സിറ്റിസൺസ് ഇന്ത്യയിലെ ഐഫോൺ, അതായത് ഫോക്സ്കോൺ, അവരാണ് ബേസിക്കലി ഐഫോണിൻ്റെ മാനുഫാക്ചേഴ്സ് ഇന്ത്യയിൽ. അത് പ്രധാനമായിട്ടൊന്ന് ചെന്നൈയിലും മറ്റൊന്ന് ബാംഗ്ലൂരിലും. അതിൽ ജോലി ചെയ്യുന്ന ഏകദേശം 300-350ഓളം പേരോട് ചൈനയിലേക്ക് തിരിച്ചു വരാൻ പറയുന്നു. നമ്പർ 1. അതേപോലെ സെമി കണ്ടക്ടറുമായി ബന്ധപ്പെട്ട് ഇപ്പം ഇന്ത്യയിൽ അവരെ ട്രെയിനിങ്ങിനും മറ്റുള്ള ഇതിനായിട്ട് വളരെയധികം ചൈനീസ് വന്നിരുന്നു. അവരോടും തിരികെ വരാൻ പറഞ്ഞു. അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ്, അതായത് നമുക്കറിയാം വിവോ, ഓപ്പോ എന്നൊക്കെ പറയുന്ന മൊബൈൽ കമ്പനി, മറ്റുള്ള TV ഉണ്ടാക്കുന്ന അത് അസംബിൾ ചെയ്യുന്ന ഒത്തിരി യൂണിറ്റുകളുണ്ട്. ഡൽഹിയിലാണെങ്കിലും നോയിഡയിലാണെങ്കിലും മഹാരാഷ്ട്രയാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും പല യൂണിറ്റുകളുണ്ട്. അതായത് ഇലക്ട്രോണിക്സ് ഐറ്റം. നമ്മളിത് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഇലക്ട്രോണിക്സ് ഐറ്റംസ് എക്സ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയിലോട്ട് കൂടിയാണ്. അപ്പം അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരോടും ചൈനീസ് ഗവൺമെൻറ് ആവശ്യപ്പെട്ടു തിരികെ നാട്ടിൽ വരാൻ, അവരുടെ ചൈനയിൽ തിരികെ പോകാൻ.